ഹായ് ഗായ്സ്, മദറോഡ് ഫാമിലിയോട്ട് എല്ലാവർക്കും സ്വാഗതം. എന്താണ്ട് എല്ലാവർക്കും വിശേഷം? അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലോട്ട് പോകാം. ഇന്നത്തെ ടോപ്പിക്ക് എന്നാണെന്നറിയോ? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ സ്മൂത്തി ഉണ്ടാക്കി കൊടുക്കാം. കാരണം ഒത്തിരി അമ്മമാര് ഈ വിശപ്പില്ലായ്മയുടെ സമയത്ത് സ്മൂത്തിയാണ് എനിക്ക് ഉണ്ടായിരുന്ന ആകെ ഒരു ആശ്രയം എന്ന് പറഞ്ഞപ്പോൾ അമ്മമാരെല്ലാവരും ചോദിച്ചു എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഏതായാലും ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് സ്മൂത്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം അത് ഞാൻ നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് കരുതി. അതാണ് ഞാനിപ്പം ഇന്ന് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ കാരണം. ഓക്കെ, അപ്പം സ്മൂത്തിക്കകത്ത് എന്തെല്ലാം അടങ്ങിയിരിക്കുന്നു, അല്ലെ സ്മൂത്തിയുടെ ഗുണങ്ങൾ എന്ത്? സ്മൂത്തി എന്ന് പറയുന്ന ഒരു ഹെൽത്തി ഫുഡാണ്, നമുക്കൊരു മീലായിട്ട് തന്നെ കൂട്ടാം. ബിക്കോസ് അതിനകത്ത് അടങ്ങിയിരിക്കുന്നത് നമ്മൾ ഓട്സ് ഉണ്ട്, മിൽക്ക് ഉണ്ട്, പിന്നെ എന്തേലും നല്ല ഏത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് ഫ്രൂട്ട് നമുക്ക് ചേർക്കാം, ആ ഫ്രൂട്ടും ഉണ്ട്. പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഇപ്പൊ നല്ല നല്ല മധുരമുള്ള മാങ്ങാപ്പഴം ഒക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ മധുരത്തിന്റെ ആവശ്യമില്ല, കാരണം ഓൾറെഡി അതിന് മധുരം ഉണ്ട്. ആ മധുരത്തിൽ നിന്നുള്ള മധുരം മതി. എന്നാൽ ഇപ്പൊ നമ്മൾ ബനാന നമ്മൾ ചക്കിട്ടപ്പഴം അങ്ങനത്തെ ചെറിയ പഴങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് അങ്ങനെ മധുരം അങ്ങ് വരുന്നില്ലല്ലോ. കാരണം പാലിനും ഓട്സിനും കൂടെ ചേരാനുള്ള ഒരു മധുരം കിട്ടണം. അപ്പൊ അത് വരാത്തത് കൊണ്ട് നമ്മൾ മധുരം എന്തെങ്കിലും ചേർത്തോളണം. അപ്പൊ എന്താണ് മധുരം ചേർക്കേണ്ടത് എന്നുള്ളത് ഞാൻ പറയാം. അപ്പം ഇതിനകത്ത് ഓരോന്നിന്റെ ഗുണങ്ങൾ ഞാൻ പറയാം. ഓട്സ് ഞാൻ വൈറ്റ് ഓട്സ് ആട്ടോ യൂസ് ചെയ്യുന്നത്. വൈറ്റ് ഓട്സിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാ? ഓട്സിന്റെ ഗുണം എന്തൊക്കെയാ? ഫൈബർ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്, കാൽഷ്യം ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. അപ്പം ഇത്രയും ഗുണങ്ങളുള്ള ഒരു ഫുഡ് അതിനകത്ത് ചേരുന്നുണ്ട്. ഓക്കെ, ഒരു ഐറ്റം ചേരുന്നുണ്ട്. അടുത്തത് മിൽക്ക് നിങ്ങൾക്ക് അറിയാം, വൈറ്റമിൻ ഡി ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, കാൽഷ്യം ഉണ്ട്, ഇതില്ലാത്തൊന്നുമില്ല, എല്ലാം ഉണ്ട്. പക്ഷെ എന്നാലും പൊതുവെ കുഞ്ഞുങ്ങൾക്ക് മിൽക്ക് കൊടുക്കുന്നതിൽ ഒരു സപ്പോർട്ടുള്ള ഒരു അമ്മയല്ല ഞാൻ. എങ്കിലും ഞാൻ അവന് നിങ്ങൾ പറഞ്ഞിട്ടില്ല, ഞാൻ വല്ലപ്പോഴും അവന് കൊടുക്കുന്ന ഞാൻ ഇനിങ്ങനെ ഒന്നെങ്കിൽ സ്മൂത്തി ആയിട്ട് ആ ഒരു ലെവലിലെ ഞാനോട് കൊടുക്കാറുള്ളൂ. ഇപ്പൊ പാല് കൊടുത്തെങ്കിൽ തന്നെ ഞാൻ അതിനകത്ത് ടർമറിക് ഒക്കെ ആഡ് ചെയ്തിട്ട് ഞാൻ കൊടുക്കാറുള്ളൂ. ഓക്കെ, അപ്പൊ മിൽക്കിന്റെ ഗുണങ്ങളായി. അടുത്തത് ഞാൻ സ്മൂത്തി ഉണ്ടാക്കാൻ വേണ്ടി മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഒന്നെങ്കിൽ ആപ്പിളോ അല്ലെങ്കിൽ ബനാനയോ ആയിരിക്കും. കാരണം ബനാന ഞങ്ങളിവിടെ എപ്പോഴും വാങ്ങാറുണ്ട്. ബനാന വെച്ചാൽ നമ്മുടെ നാട്ടിലെ നേന്ത്രപ്പഴം അല്ല കേട്ടോ, ഇവിടെ ഒരു ചക്കിട്ടപ്പഴം ഉണ്ട്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ചക്കിട്ടപ്പഴം എന്ന് പറഞ്ഞ നീണ്ടത്തുള്ള പഴം. അപ്പൊ നമ്മുടെ നാട്ടിലെ കുഞ്ഞിപ്പഴങ്ങൾ ഉപയോഗിക്കുന്നത്, അതായത് നമ്മൾ ഞാലിപ്പൂവനോ പൂവമ്പഴോ മൈസൂർക്കായോ അതൊക്കെ ഉപയോഗിക്കുന്നത് നല്ലത്. നമ്മുടെ നാട്ടിലെ നേന്ത്രപ്പഴം എല്ലാം മരുന്നടിച്ചൊക്കെ ഉണ്ടാക്കിയ സംഭവമാണ്. അതിന്റെ ഉള്ളിൽ ആ ബ്ലാക്ക് റൂട്ട് റിമൂവ് ചെയ്തിട്ടൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പാടുള്ളൂ. അപ്പം അത് എത്രത്തോളം ഗുണമാണ്, നടുക്കുള്ള ആ റൂട്ട് നിങ്ങൾ റിമൂവ് ചെയ്തിട്ട് കൊടുക്കുവാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. ആ നേന്ത്രപ്പഴം വെയിറ്റ് ഗെയിന് നല്ലതാണ് പിള്ളേർക്ക്. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ നമ്മള് ഓക്കെ, ബനാനയുടെ ഗുണങ്ങൾ. ബനാനക്കകത്ത് വൈറ്റമിൻ B6 അടങ്ങിയിട്ടുണ്ട്, വൈറ്റമിൻ B അടങ്ങിയിട്ടുണ്ട്, പിന്നെ കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്, പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. പിന്നെ മാത്രമല്ല, കുഞ്ഞുങ്ങളുടെ കോൺസ്റ്റിപ്പേഷന് ഏറ്റവും നല്ലതാണ് ഈ പഴം എന്ന് പറയുന്നത്. അപ്പൊ കുഞ്ഞുങ്ങളുടെ വയറ്റിലുള്ള എന്തെങ്കിലും പ്രോബ്ലംസ്, കുഞ്ഞുങ്ങൾക്ക് ഡയറി ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനായിട്ട്, കോൺസ്റ്റിപ്പേഷൻ പരിഹരിക്കാനായിട്ട്, പിന്നെ ഇതൊരു എന്താ പറയാ, ഇമ്മ്യൂണിറ്റി കൂട്ടാനുള്ള ഒരു ഫ്രൂട്ട് ആയിട്ടാണ് ഈ പഴത്തിനെ എല്ലാവരും ഡോക്ടേഴ്സൊക്കെ പറയുന്നത്. മെയിനായിട്ട് ഇതിനെ പറഞ്ഞിരിക്കുന്ന അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ബാക്ടീരിയസിനൊക്കെ എന്താ പറയാ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരു ഫ്രൂട്ടായിട്ട് നമ്മുടെ ബനാനയെ കണക്കാക്കുന്നുണ്ട്. ഞാൻ ഈ പറയുന്ന ബനാനയെ കണക്കാക്കുന്നു. നമ്മളുടെ ചെറുപഴങ്ങളൊക്കെ ഉപയോഗിക്കുക, നേന്ത്രപ്പഴത്തിനെ അല്ല ഞാൻ പറയുന്നതെന്നും കൂടെ എടുത്തു പോകാൻ പറയുന്നു. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു, നേന്ത്രപ്പഴത്തിനെ അല്ല എന്ന് പറയുമ്പോൾ നേന്ത്രപ്പഴം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നെല്ലാം പറഞ്ഞാൽ, നേന്ത്രപ്പഴം ഉപയോഗിക്കുമ്പോൾ നടുക്കുള്ള റൂട്ട് എടുത്ത് കളഞ്ഞിട്ട് മാത്രം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നമുക്ക് ഇതിനകത്തുള്ള ഷുഗറിന്റെ കാര്യം. ഷുഗർ എന്ന് പറയുന്നത് 1 വയസ്സിന് മുകളിലോട്ടുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ പനം കൽക്കണ്ട നമുക്ക് ഉപയോഗിക്കാം. 1 വയസ്സിന് മുകളിലുള്ള കുഞ്ഞാണ്. 1 വയസ്സിന് ശേഷമുള്ള കുഞ്ഞാണെങ്കിൽ തേൻ ഉപയോഗിക്കാം. പിന്നെ ഷുഗർ എന്ന് പറഞ്ഞാൽ ഞാൻ ഷുഗർ ഇടയ്ക്ക് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന ഷുഗറാണ്, കാരണം എന്റെ തേൻ തീർന്നു പോയി. ഷുഗറിന്റെ കാര്യത്തിൽ വൈറ്റ് ഷുഗറിനേക്കല്ല ബ്രൗൺ കളറുള്ള ഷുഗറാണ് നല്ലത് എന്നാണ് പറയുന്നത്. പക്ഷെ എന്നാലും ഞങ്ങൾ ഈ ഇടയ്ക്കൊക്കെ അല്ലേ എന്നുള്ളത് നിർത്തുമ്പോൾ ഞാൻ ഈ ഷുഗറൊക്കെ എടുത്ത് ഉപയോഗിക്കാറുണ്ട്. വൈറ്റ് ഷുഗറാണ് ഞങ്ങളുടെ അടുത്തുള്ളത്. ഷുഗർ ഉപയോഗിക്കാറുണ്ട്. പനകൽക്കണ്ട ഉപയോഗിക്കാം, ഹണി ഉപയോഗിക്കാം. പിന്നെ മിൽക്കിന്റെ കാര്യത്തിൽ 1 വയസ്സിന് മുകളിലുള്ള കുഞ്ഞാണെങ്കിൽ മിൽക്ക് ആഡ് ചെയ്യാതിരിക്കുക. 1 വയസ്സിന് മുകളിലുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? ഓട്സ് എടുക്കുക, നമ്മുടെ ഈ പറയുന്ന ഫ്രൂട്ട് ഏതാന്ന് വെച്ചാൽ അതെടുക്കുക, കുറച്ച് വെള്ളം ചേർക്കുക. ഇനി ഫോർമുല കഴിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ ആ ഫോർമുലേന്റെ പൊടി വേണം ചേർക്കാം കേട്ടോ, കാരണം ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഇനി ഫോർമുലയും കഴിക്കാത്ത കുഞ്ഞുങ്ങളാണെങ്കിൽ ഇത് ഉണ്ടാക്കാൻ വേണ്ടി തന്നെ നിങ്ങൾ ഫോർമുല വാങ്ങരുത്. ഒരിച്ചിരി വെള്ളം മാത്രം ചേർത്തേച്ചാൽ മതി. കുറച്ച് വെള്ളവും ചേർക്കുക. മധുരത്തിന് വേണ്ടി ഈ പനകൽക്കണ്ടവും ചേർക്കുക.
ഇത്രയാണ് നമുക്ക് ഒരു വയസ്സിന് മുകളിലോട്ടുള്ള കുഞ്ഞിന് വേണ്ടത്. മിൽക്ക് ചേർക്കരുത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ഒരു വയസ്സിന് ശേഷം മിൽക്കും ഹണിയും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുള്ളൂ. പിന്നെ ഒരു വയസ്സിന് ശേഷമുള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ മിൽക്കും ഈ പറയുന്ന സംഭവങ്ങളെല്ലാം നിങ്ങൾക്ക് കൊടുക്കാം. അത് കുഞ്ഞുങ്ങൾക്ക് ഒരു ദിവസം 3 നേരമോ 4 നേരമോ എന്ന് വെച്ച് വേണേലും കൊടുത്താൽ കുഴപ്പമില്ല. പിന്നെ ഇത് കൊടുത്താലുള്ള വേറൊരു ഗുണം ജോന്റെ കാര്യത്തിൽ ഞാൻ കണ്ടത് വെച്ചാൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 1 മണിക്കൂറിനുള്ളിൽ ഇവൻ പറയും ഇവൻ അപ്പിയിടണം. കാരണം ഈ ബനാനയെ ഞാൻ ബനാനയാണ് കൂടുതലായിട്ട് സ്മൂത്തി ഉണ്ടാക്കാൻ വേണ്ടി കൊടുക്കാറ്. അപ്പം ഇതിന്റെ ഉള്ളിലെ ആ ഒരു ബനാനയും കൂടെ ചെല്ലുന്നതുകൊണ്ടും ഇതെല്ലാം കൂടെ ഒന്നിച്ച് ചെല്ലുന്നതുകൊണ്ട് തോന്നുന്നു വയറിൽ ഡ്രൈനെസ് ഒക്കെ മാറി കുഞ്ഞുങ്ങൾക്ക് വയറ്റിൽ നിന്ന് പോകാനാണെങ്കിൽ തന്നെ സഹായിക്കുന്നുണ്ട് ഈ ഒരു സ്മൂത്തി എന്ന് പറയുന്നത്. അപ്പൊ ജോന്റെ കാര്യത്തിൽ എനിക്ക് മനസ്സിലായത് കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ഇനി എങ്ങനെ സ്മൂത്തി ഉണ്ടാക്കുന്നു എന്ന്. നോർമലി ഈ സ്മൂത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഫ്രൂട്ടും പിന്നെ നമ്മുടെ മിൽക്കും പിന്നെന്താ ഷുഗറും ഒക്കെയാണ് ചേർക്കാറ്. ഈ ഓട്സ് എന്നുള്ളത് എന്നോട് എനിക്കറിയാവുന്ന ഒരു ഡോക്ടറും കൂടെ പറഞ്ഞാണ് അതിനകത്ത് ഓട്സും കൂടി ഇട്ട് കൊടുത്തൂടെ നല്ലതല്ലേ എന്നിങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാനത് ശരിക്കും പറഞ്ഞാൽ അറിയുന്നത് കേട്ടോ. അങ്ങനെ ഒരു ഇതുണ്ട് എന്നുള്ളത് ഞാൻ അറിയുന്നത്. അപ്പം ആ ഒരു സമയം തൊട്ട്, കാരണം ഇവന് വിശപ്പ് ഇല്ലാതിരുന്ന സമയം തൊട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പൊ ജോന്റെ 1 വയസ്സിന് മുമ്പ് ഞാൻ പനങ്കൽക്കണ്ടമാണ്, ഞാൻ പാല് കൊടുത്തിട്ടില്ല, വെള്ളവും ഓട്സും ഈ പറയുന്ന ഫ്രൂട്ട് എന്തെങ്കിലും പനങ്കൽക്കണ്ടോ ഉപയോഗിച്ചിട്ടാണ് ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാൻ പോകും. അതൊക്കെ ഞാൻ വൈകിപ്പിക്കുന്നില്ല. ഓക്കെ, അപ്പം കമോൺ. അപ്പൊ നമുക്ക് സ്മൂത്തി ഉണ്ടാക്കാൻ തുടങ്ങാം. സ്മൂത്തി ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞ പഴം ഇതാണ് കേട്ടോ. ഇതിനെയാണ് ഇവിടെ ചക്കിട്ടപ്പഴം എന്നൊക്കെ പറയുന്നത്. ഇതാണ് ശരിക്കും കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു നിർത്തുകൊണ്ട് നല്ല ഗുണമായിട്ടുള്ള ഒരു പഴമാണ്. അപ്പൊ നമ്മളിത് ഉണ്ടാക്കാൻ ഒരു 2 പേർക്ക് കഴിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിതാ ഒരു പഴം എടുത്തേച്ചാൽ മതി കേട്ടോ. ഒരു പഴം എടുക്കുക. പിന്നെ അടുത്ത് ഞാൻ 1 ഗ്ലാസ് പാല്, അതായത് തിളപ്പിച്ചാറിയ 1 ഗ്ലാസ് പാലാണ് ഇത്. 1 ഗ്ലാസ് പാല്. പിന്നെ നമ്മുടെ ഓട്സ് കണ്ടോ, നമ്മുടെ വൈറ്റ് ഓട്സ് ആണിത്. വൈറ്റ് ഓട്സ് ഇപ്പം തീരാനായി എടുത്ത് കൊടുത്ത്. ഓക്കെ, വൈറ്റ് ഓട്സ് നമുക്ക് വേണം. പിന്നെ ഞാനിപ്പോൾ പറഞ്ഞല്ലോ, എൻ്റെ അടുത്ത് ഹണി തീർന്നു പോയത് കൊണ്ട് ഞാൻ മധുരത്തിനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ഷുഗറാണ്. അപ്പോൾ ഷുഗർ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം എന്ത് ചെയ്യണം, ഇത് കണ്ടു കഴിഞ്ഞാൽ ആക്ച്വലി നിങ്ങൾ തന്നെ ചിരിക്കും, ഇത്ര സിമ്പിൾ ആണെന്നുള്ളത്. കാരണം ഈ ഒരു ഭക്ഷണം നമുക്ക് ശരിക്കും നമ്മളെ അമ്മമാർക്കൊക്കെ, നമുക്ക് എപ്പോഴും നമ്മൾ ആരോഗ്യവതികളായിരിക്കുമല്ലോ. നമ്മളിടയ്ക്ക് ഇങ്ങനെ ക്ഷീണമൊക്കെ ആയിരിക്കുന്ന സമയത്ത് നമുക്കിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കുഞ്ഞുങ്ങൾക്ക് ഇപ്പം ഏതെങ്കിലും ഒരു മീല് കുഞ്ഞിന് കൊടുക്കാൻ പറ്റുന്നില്ല, ഉണ്ടാക്കാനൊന്നും ആവുന്നില്ല എന്നൊക്കെ തോന്നുന്ന സമയത്ത് ഇതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണവുമായി, എന്നാൽ നമുക്ക് അധികം കഷ്ടപ്പാടുമില്ല. ഓക്കെ, അപ്പോൾ ഇതാ ഞാൻ ഇതിന് ഇങ്ങനത്തെ ഒരു സ്പൂണാട്ടോ. ഞാൻ ഇങ്ങനത്തെ ഒരു സ്പൂൺ എടുത്തിട്ട് അതിൽ നിന്ന് ഞാൻ ഇത്ര എടുത്ത്, നമുക്ക് വേണ്ടുന്ന മിക്സിയുടെ ജാറാട്ടോ. മിക്സിയുടെ ജാറിലോട്ട് ഇട്ടു. ഞാൻ അതിൽ നിന്ന് ഒന്നും കൂടെ എടുത്തു. 2 സ്പൂൺ എടുത്തു. ഞങ്ങൾ 2 പേരുണ്ടല്ലോ, ഒരു 3 സ്പൂൺ എടുത്തു. ഒരു കുഞ്ഞിന് മാത്രമായിട്ടാണ് ഉള്ളതെന്നെങ്കിൽ, അതായത് 1 വയസ്സിന് മുകളിലുള്ള കുഞ്ഞൊക്കെ ആണെങ്കിൽ 1 സ്പൂണൊക്കെ മതി കേട്ടോ. 1 സ്പൂണിൽ കൂടുതലൊന്നും വേണ്ട, കാരണം അവർ അത്രയൊന്നും കഴിക്കില്ല. കാരണം എല്ലാം കൂടെ അടങ്ങുന്നുണ്ടല്ലോ, പഴം എല്ലാം കൂടെ. ഇതിപ്പോൾ ഞാനും ജോനും കൂടെ ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത്രയും ഉണ്ടാക്കുന്നത്. പിന്നെ അടുത്തത് നമ്മുടെ പഴം എടുക്കുക. പഴം തൊലി പൊളിച്ച് ഇങ്ങനെ കുഞ്ഞു പീസാക്കിയിട്ട് ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. കുഞ്ഞു പീസായിട്ടേ ജാറിലോട്ട് ഇടുക എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താ സംഭവം എന്നുള്ളത്. അരക്കുക തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നല്ലപോലെ അരഞ്ഞ് ഫൈനായിട്ട് വരണം. യെസ്, ഇതിങ്ങനെ കുഞ്ഞു പീസാക്കി ഇട്ട് കൊടുത്തു. ഇനി എന്താ, നമ്മുടെ പാല് അതിനകത്തോട്ട് ഒഴിക്കുക. 1 ഗ്ലാസ് പാലും ഒഴിച്ചു കൊടുക്കുക. കാരണം ഈ ഓട്സും പഴവും എല്ലാം അരഞ്ഞു വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലൊരു കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇത്ര ഇട്ട ഐറ്റത്തിന് എങ്ങനെയായിരിക്കും ഇത് കട്ടിയായിട്ട് വരിക എന്നുള്ളത്. അപ്പോൾ ഷുഗർ ഞാൻ എടുത്തു. പനങ്കൽക്കണ്ടം ആണെങ്കിൽ നിങ്ങൾ കുറച്ച് പനങ്കൽക്കണ്ടം എടുത്തിട്ടേച്ചാൽ മതി. 1 വയസ്സിന് മുകളിലുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ. ഇപ്പോൾ 1 വയസ്സിന് ശേഷമുള്ള ജോനും ഞാനും ഒക്കെ ആയതുകൊണ്ട് ഞാനിപ്പോൾ ഒരു 2 സ്പൂൺ ഷുഗർ ചേർത്തു. അത്രയും മതി കേട്ടോ. 2 സ്പൂൺ ഷുഗറിന്റെ ആവശ്യമുള്ളൂ. ഇനി എന്ത് വേണം, ഇത് നമ്മളൊന്ന് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കുക. ഓക്കെ, അപ്പൊ ഞാൻ പോയിട്ട് ഇതൊന്ന് അരച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ നമ്മുടെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് സ്മൂത്തി. ഓപ്പൺ ചെയ്തു. ഞാൻ ആ ഗ്ലാസ്സിലോട്ട് തന്നെ ഒഴിച്ച് കാണിക്കാം കേട്ടോ. ഇതിപ്പോ
ഞങ്ങളുടെ പാകമായി. ഞാൻ ഈ ജാൻ ചെറുതായിരുന്ന സമയത്ത് ഇതിന്റെ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾ കണ്ടോ? കുഞ്ഞുങ്ങൾക്ക് ഇതിങ്ങനെ കുടിക്കാൻ സ്പൂണിൽ ഇങ്ങനെ കോരി കൊടുത്താൽ അത് ഉണ്ടാവും. ഒത്തിരി ലൂസും അല്ല, എന്നാൽ ചെറുതായിട്ട് ഒരു ടൈറ്റ് ഉണ്ട്. ഇത് കുറച്ചും കൂടെ സമയം ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും കൂടെ മുറുകും കേട്ടോ, ഒന്നും കൂടെ ടൈറ്റ് ആവും. അപ്പൊ ഞാൻ ഈ ജാൻ അതായത് 1 മാസത്തിന് താഴെയുള്ള കുറുക്കൊക്കെ കൊടുക്കുന്ന ആ ഒരു സമയമായപ്പോഴത്തേക്ക് ഞാൻ എന്താ ചെയ്തതെന്ന് അറിയാമോ? ഓട്സ് പാല് കുറയ്ക്കും. അപ്പൊ എങ്ങനെ കിട്ടുമെന്ന് അറിയാം? ഇത് കുറച്ചും കൂടെ ഇങ്ങനെ തിക്കായിട്ട് കിട്ടും. ശരിക്കും നമുക്കൊരു ഇപ്പൊ പഴവും കുറച്ച് കൂടുതലിടും, ഓട്സ് വെച്ചിട്ടിടും, എന്നിട്ട് ഞാൻ പാല് കുറയ്ക്കും. അപ്പൊ ആ ഒരു നല്ല മുറുകി ശരിക്കും ഒരു കുറുക്കിന്റെ ഒരു സെമി സോൾട്ടിന്റെ ടൈപ്പിൽ നമുക്ക് ഇങ്ങോട്ട് കിട്ടും. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ വായിൽ ഇങ്ങനെ സ്പൂണിൽ എടുത്തെടുത്ത് കൊടുക്കാൻ നല്ലതാണ്. ഇതിപ്പോ കണ്ടോ, ഇതിപ്പോ ഈ ഒരു സമയം കൊണ്ട് തന്നെ സംഭവം കണ്ടോ, വിട്ടാ പോകുന്നത്, മുറുകി തുടങ്ങിയത്. ഇത് കുറച്ചു നേരം കൂടി ഇരുന്നാൽ ഒന്നും കൂടെ മുറുകും. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് ഇതിങ്ങനെ കുടിക്കാൻ കൊടുത്തേച്ചാൽ മാത്രം മതി. അപ്പൊ ഞാനിത് ജാന് കുടിക്കാൻ കൊടുക്കാം. ജാൻ സ്മൂത്തി കുടിച്ചോ. നമ്മുടെ ജാൻ ഇവിടെ സ്മൂത്തി കുടിച്ചു തുടങ്ങി. ഒരു കഷ്ടപ്പാടുമില്ല. കാരണം വെച്ചാല് ഇത് മധുരം കൂടി ഉള്ളത് കൊണ്ട് എല്ലാം ഉണ്ടല്ലോ. കുഞ്ഞുങ്ങൾ ശരിക്കും ഇവന് വിശപ്പില്ലാത്ത സമയത്ത് ഇവൻ എന്ത് ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞാലും ഈ ഒരു സംഭവം മാത്രം വാ തുറന്നു വാങ്ങുമായിരുന്നു. അപ്പൊ ജാൻ ഇനി വേണോടാ? വേഗം കുടിക്കട്ടെ, അമ്മ തരാവേ. അപ്പം നിങ്ങൾക്ക് സ്മൂത്തി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലായി എന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോ, ഞാൻ പറഞ്ഞു തരാം. ഇപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ കറക്റ്റ് ഒരു മെത്തേഡ്. അപ്പൊ നിങ്ങൾ 1 വയസ്സിന് മുകളിലുള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ പനങ്കൽക്കണ്ടവും പിന്നെ മിൽക്കും ഒഴിവാക്കാൻ ശ്രമിക്കുക. പനങ്കൽക്കണ്ടം കൊടുക്കുക. പാല് തിളപ്പിച്ചാറിയ പാല് തന്നെ എടുക്കണം. ഓക്കെ. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിശപ്പില്ലായ്മ എല്ലാവരുടെയും ഇത് കഴിച്ചിട്ടെങ്കിലും മാറട്ടെ എന്ന് ഞാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.